ഹായ്, എൻസൈം പ്രൊഡക്ഷൻ്റെ പ്ലാനിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മളുടെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു 1 മന്തിൽ തുടങ്ങി ഏകദേശം ഒരു 8-9 വർക്കുകൾ ചെയ്തു. 9 വർക്കുകൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അപ്പോൾ നമുക്കൊരു പ്ലാനിങ് ഇല്ല. ഒരു 1 ഇയറിൽ 1 CR എന്ന് പറഞ്ഞ പ്ലാനിങ് നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ തന്നെ എല്ലാവരും ബിസിനസ് തുടങ്ങുമ്പം എല്ലാവരുടെ മനസ്സിലും ഒരു ബിസിനസ് പ്ലാനും അതേ കണക്ക് തന്നെ ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും ആദ്യം ചെയ്യുന്നത് എന്താണ്? നോട്ട് ചെയ്ത് വയ്ക്കും എല്ലാ കാര്യങ്ങളും. നമുക്ക് ഇഷ്ടമുള്ള റീൽസുകൾ സേവ് ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള ബാക്കപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഓരോ പ്ലാനിങ്ങുകളും നമ്മൾ മറക്കാതിരിക്കാൻ അതേക്കണക്ക് ഡിസ്കഷന് വേണ്ടിയും ഒരു ഗ്രൂപ്പ് അങ്ങ് ഫോം ചെയ്തു. വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അതിലായിരിക്കും നമ്മളുടെ ഈ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം ഇതേ കണക്ക് നടക്കുന്നത്. ഒന്നത്. രണ്ടാമത്തെ പ്ലാനിങ് എപ്പോഴും നമ്മൾ വാട്സാപ്പിലൊന്നും ഒതുക്കൂല. ഇതേ കണക്ക് പേപ്പറൊക്കെ മേടിച്ച് തന്നെ പ്രോപ്പറായ രീതിയിൽ പ്ലാൻ തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു 3 പാക്കേജുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 പാക്കേജുകൾ ഈ 1 CR എന്ന് പറഞ്ഞാൽ 100 ലക്ഷം രൂപയാണ്. 100 ലക്ഷം. അപ്പോൾ ഒരു മാസം 10 ലക്ഷം രൂപ അടുപ്പിച്ച് നമ്മൾ ഏൺ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അത്രയും രൂപയുടെ ബിസിനസ് ദ സീക്രട്ട് എന്നുള്ള ബുക്കിൽ പറയുന്ന കണക്ക് നമ്മൾ നേരിട്ട് പൈസയെ ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മൾ പൈസ വരാനുള്ള വർക്കുകളെ ഫോക്കസ് ചെയ്യുന്നു. അതും നല്ല ക്വാളിറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട്. ഇതുവരെ അങ്ങനെ വലുതായിട്ട് ആരും കൊടുത്തില്ല എന്ന് നമുക്ക് വിശ്വാസമുള്ള കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ പക്ഷേ അതിലും ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല റിസൾട്ട് ഓറിയൻ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത് കൊടുക്കാനും എല്ലാം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്ലാനുകളാണ് ഇന്ന് ചെയ്യുന്നത്. ഷിജിനാണ് ആ പ്ലാനുകളും ഈ പറഞ്ഞ 3 പാക്കേജുകളെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ എന്ത് പാക്കേജുകളെന്ന് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ശരി, എഴുതാം. ഓക്കെ, നമുക്ക് പാക്കേജുകളുടെ പ്ലാനിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ മെയിനായിട്ട് 3 ടൈപ്പ് പ്ലാൻസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് പ്ലാൻ ഏതാണെന്ന് നോക്കാം. നമ്മൾ ബേസിക്കായിട്ട് കൊടുക്കാൻ പോകുന്നത് ഗോൾഡ് ഫ്രെയിം എന്ന് പറഞ്ഞൊരു പ്ലാനാണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 43,000 രൂപയാണ് വരുന്നത്. 43K ആണ് വരുന്നത്. നമ്മൾ ഓഫർ, അതായത് കസ്റ്റമേഴ്സിന് ഫസ്റ്റ് മന്ത് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 37K ആണ് വരുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 10 റീൽസ് നമ്മൾ കസ്റ്റമറിന് ഷൂട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വീഡിയോ ആണ്. ഒരു ഫുൾ വീഡിയോ എന്ന് പറയുമ്പോൾ 5 to 7 മിനിറ്റ്സ് വരുന്നൊരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 to 7. പിന്നെ നമ്മൾ ആ ഫുൾ വീഡിയോ റീൽസിൻ്റെ ഫുൾ സ്ക്രിപ്റ്റിങ്ങും സ്റ്റോറി ബോർഡും ചെയ്യുന്നത് നമ്മളായിരിക്കും. അതായത് ആൾറെഡി നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റോറി ബോർഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ വീഡിയോയുടെ എഡിറ്റിംഗ് കൂടി ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് നമ്മൾ 10 റീൽസും 1 ഫുൾ വീഡിയോയും നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റും അപ്ഡേഷൻസും ഉണ്ടാകുന്നതായിരിക്കും. സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പം അതിൽ മാർക്കറ്റിംഗ് അല്ല, ജസ്റ്റ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇല്ലാത്തവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രോപ്പറായ രീതിക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, അതിലൊക്കെ. അത് കൂടാതെ അത് മാനേജും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ 2 റീൽ വെച്ച് എന്നുള്ള കണക്കിലാണ് 2-3 റീൽ എന്നുള്ള രീതിയിൽ വരും. അതാണ് നമ്മുടെ ഒരു ബേസിക് പാക്കേജ്. ഈ ഒരു പാക്കേജിൻ്റെ പേരിട്ടേക്കുന്നത് ഗോൾഡ് ഫ്രെയിം എന്നാണ്. 43,000 രൂപയുടെ ഒരു പാക്കേജ് 37 രൂപയ്ക്ക് അല്ലേ? ഫസ്റ്റ് ഒരു 1 മന്ത് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അത് ആ 1 മന്ത് ആയിരിക്കും ഓഫർ. അപ്പോൾ 1 മന്തിൽ തന്നെ കസ്റ്റമേഴ്സ് അത് ബുക്ക് ചെയ്യുവാണെങ്കിൽ വളരെ അവർക്ക് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. യെസ്. ഇനി അടുത്ത പാക്കേജ്, അടുത്ത കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള പാക്കേജാണ്. അതിന് നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന പേരെന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ടുള്ളത് പ്ലാറ്റിനം ഫ്രെയിം എന്ന് പറഞ്ഞ പാക്കേജാണ്. ഇതിന് നമ്മൾ പ്രൈസ് ചാർജ് ചെയ്യുന്നത് 77K ആണ്. അതായത് 77,000 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഓഫറായിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ പോകുന്നത് 70Kക്ക് നമുക്ക് ഈ പ്ലാന് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഇതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിങ്ങും സ്റ്റോറി ബോർഡും എല്ലാം വരുന്നുണ്ട്. അതായത് നമ്മൾ അവിടെ ചെന്നിട്ടല്ല നമ്മുടെ റീൽസിൻ്റെ ഉള്ള ഐഡിയാസൊക്കെ പ്ലാൻ ചെയ്യും. നമ്മൾ ആൾറെഡി റീൽസിൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ കസ്റ്റമറിനെ ഇൻഫോം ചെയ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് മാക്സിമം കംഫർട്ടായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വർക്ക് കൺഫേം ആയ ഉടനെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യും, കസ്റ്റമർ ആഡ് ചെയ്തിട്ട്. നമുക്ക് ടൈമിന് നല്ല വാല്യൂ ഉണ്ട്. നമ്മളിപ്പോൾ സൈറ്റിൽ പോകുമ്പോൾ അവിടുത്തെ ഓരോ മിനിറ്റിനും നല്ല വാല്യൂ ഉണ്ട്. നമ്മൾ ആൾറെഡി പ്ലാൻ ചെയ്ത് നല്ലൊരു സ്റ്റോറി ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറിനും നമുക്കും ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. യെസ്. ഓക്കെ. അപ്പോൾ അതിൽ
ഇതിൽ വരുന്നതെന്ന് പറയുമ്പം 12 റീൽസാണ് വരുന്നത്. അതായത് സോഷ്യൽ മീഡിയാസിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ 3 റീൽ എന്നുള്ള കൗണ്ടില്ല കേട്ടോ. കാരണം അങ്ങനെ 3 റീലെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് പോകണം സോഷ്യൽ മീഡിയയിൽ, എന്നാലും ആൾക്കാരുടെ ശ്രദ്ധ ഇവിടുന്ന് പിടിച്ചു പറ്റാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ 1 ഫുൾ വീഡിയോയും ഇതിൽ ഇൻക്ലൂഡ് ആണ്. 5 to 7 മിനിറ്റ്സിൽ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ. ഇതിലൊരു നമ്മളൊരു എക്സ്ട്രാ ഒരു കാര്യം ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസർ വീഡിയോ ആണ്. അതായത് നമ്മുടെ ക്രിസ്റ്റഫർ സെൻ സാറിൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്. 200K 203ഓളം K ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്. ആക്റ്റീവായിട്ടുള്ള നല്ല റീച്ചും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്. അതുമായിട്ട് നിങ്ങളുടെ ബിസിനസ് കൊളാബ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളുടെ ബിസിനസ് ഇറങ്ങി ചെല്ലുവാണ്. അതെ അതെ. അതിന് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി കൂടുതൽ ആളുകൾ അറിയുകയും ചെയ്യുന്നു. ബ്രാൻഡ് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഇത്തിരി ഇപ്പോൾ ഒരു 10K ഫോളോവേഴ്സ് ഉള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് ഒരു 10,000-20,000 ഒക്കെ ആയിരിക്കും വാങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇതിനായിട്ട് പൈസ ഒന്നും മേടിക്കുന്നില്ല, ഈ പാക്കേജിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അതെ, ഞാൻ 2-3 കൊളാബൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കൊളാബിന് ഞാൻ 10-15 രൂപ വെച്ചാണ് മേടിച്ചത്, സെപ്പറേറ്റ് മാത്രമായിട്ട്. പിന്നെ ഇതിൽ തന്നെ വീഡിയോ എഡിറ്റിംഗ് വരുന്നുണ്ട്. അതിൽ ഇൻ്റർവ്യൂ ടൈപ്പും ഉണ്ട്, ഇൻഫ്ലുവൻസിങ്. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്, 4000 സംതിങ് ഇതുണ്ട്, നല്ല അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ട്. അതിലൊരു ഇൻ്റർവ്യൂ ടൈപ്പ് ഒരു ഇതും കൂടി ഉണ്ട്, ഇൻഫ്ലുവൻസറിങ് ഒരു ഫുൾ വീഡിയോ. ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുന്ന രീതിയിലോട്ട്. ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസും ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ ടൈപ്പ്. അതെ, ഇതിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻക്ലൂഡ് ആണ്. അതെ, പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അല്ല കേട്ടോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് തന്നെയാണ് ഇതിൽ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, ഗൂഗിൾ മൈ ബിസിനസ്. ഇപ്പോൾ ഗൂഗിളിൽ കസ്റ്റമൈസ് സെർച്ച് ചെയ്യുന്ന കീവേഡ് ടൈപ്പിലാണ്. അപ്പോൾ ആ കീവേഡ്സ് സെർച്ച് ചെയ്യുന്ന സമയം നിങ്ങളുടെ ബിസിനസ്സിന് വരാനായിട്ടുള്ള ലോക്കൽ SEO ചെയ്യുന്നുണ്ട്. പിന്നെ ആഴ്ച 2 ഗ്രാഫിക് ഡിസൈൻസുകൾ ചെയ്യുന്നുണ്ട്, അതും കൂടി നോട്ട് ചെയ്തു കേട്ടോ. ഡിസൈൻസുകൾ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി. നോർമലി ഫസ്റ്റ് പാക്കേജിൽ, ബേസിക് പാക്കേജിൽ നമ്മൾ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് മാത്രമാണെങ്കിൽ ഇതിൽ ഫുൾ മാർക്കറ്റിംഗ് സഹിതം നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, മാർക്കറ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പെർ മന്ത് ചെയ്യാൻ എത്ര രൂപയാണെന്ന്. അപ്പോൾ ഈ ഒരു ചെറിയ പാക്കേജ് തന്നെ 70,000 രൂപയുടെ ഈ പാക്കേജ് തന്നെ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന നമ്മുടെ അഡ്വാൻസ് പാക്കേജ് അല്ലേ. അടുത്ത വരുന്ന നമ്മൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പാക്കേജാണ്. പ്രീമിയം പാക്കേജ് വരുന്നത്, പ്രീമിയം പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അവരുടെ കസ്റ്റമൈസേഷൻ കസ്റ്റം പാക്കേജും ഉണ്ട്. ഇതിനേക്കാളും വലിയ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇതാണ് നമ്മൾ ജനറലി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പാക്കേജ്. അത് 30 ദിവസം 30 റീലും ഉണ്ടാവും അല്ലേ. 30 റീൽസ് ഉണ്ട്. ആഴ്ചയിൽ ഒരു ഫുൾ വീഡിയോ വെച്ച് 4 ഫുൾ വീഡിയോസ് ഉണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഫ്രെയിംസ് എന്നാണ്. ഈ പേരൊക്കെ ഇട്ട ഷീൻ തന്നെയാണ് കേട്ടോ, ഇന്നലെ നമ്മൾ ഇട്ടിട്ട് പോയതാ. ഇതിന് നമ്മൾ ചാർജ് ചെയ്യുന്ന 1.7 lakhs ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പെർ മന്ത് ആണ്, പെർ മന്ത് ചാർജ് ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് മന്ത് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ 1.5 lakhs ആണ്. എന്തുകൊണ്ടും അത് നല്ലൊരു പാക്കേജാണ്. കാര്യം ഇത് ഇപ്പോൾ നിങ്ങൾ 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു തന്നെ വെച്ചോ. 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ് കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ച് നിങ്ങൾക്ക് ചിലപ്പം 1 കോടിയുടെ ബിസിനസ് ആയിരിക്കും കിട്ടുക. അതല്ലെങ്കിൽ ചിലപ്പോൾ 50 ലക്ഷം രൂപയുടെ. എന്തായാലും നിങ്ങൾ ഈ ഇറക്കുന്ന പൈസയുടെ 10 ഇരട്ടി ബിസിനസ് എങ്കിലും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എങ്കിലും നിങ്ങൾക്ക് അതുവഴി എന്തായാലും വരും. കാര്യം ഇതെല്ലാം ചെയ്ത് നിങ്ങളുടെ ബിസിനസ് ഇമ്പ്രൂവ് ആവാനും ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയാണല്ലോ. ഇത് നമ്മൾ വരുന്നത് 30 റീൽസ് ആണ്. അതായത് ഓരോ ദിവസവും ഓരോ റീൽസായിട്ട് നമുക്ക് കസ്റ്റമറിന് പോസ്റ്റ് ഷൂട്ട് ചെയ്യാൻ തന്നെ നമ്മൾ മാസത്തിൽ 4-5 പ്രാവശ്യമായിട്ട് പോകേണ്ടി വരും. ഒരുപാട് തവണ ട്രാവൽ ചെയ്യേണ്ടി വരും. അത് 30 റീൽസ്, അതായത് നമ്മൾ ഓരോ ദിവസവും ഓരോ റീൽസായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ. അപ്പം നിങ്ങളുടെ ബിസിനസ്സിനെ അത്രയും നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഡെയിലി നിങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് അല്ല, ഡെയിലി ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഇടുന്നതിലൂടെ നിങ്ങൾക്ക് റീച്ച് ഓരോ കണ്ടന്റ് ഓരോ വ്യത്യസ്തമായ രീതിയിൽ. പിന്നെ എഡിറ്റിംഗ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് ട്രെൻഡിങ് രീതിയിലുള്ള എഡിറ്റിംഗ് ആയിരിക്കും. അതെ, നോർമൽ എഡിറ്റിങ്ങും ചേർത്ത് വെച്ച് ചുമ്മാ മ്യൂസിക് മാത്രം ഇടുന്നതല്ല. ജസ്റ്റ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ മാറ്റത്തിനോടനുസരിച്ചുള്ള എഡിറ്റിംഗ് രീതികളായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മളൊരു 4 ഫുൾ വീഡിയോസ് ഉണ്ട്. ഈ 30 റീൽസ് അല്ലാതെ തന്നെ ഇതിൽ തന്നെ നമ്മളൊരു 4 ഫുൾ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്തുള്ള വേറെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ 1 റീൽസോ 2 റീൽസോ എടുക്കുന്നതിന് തന്നെ അവർ 10,000 നല്ല എമൗണ്ട്സ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ 30 റീൽസ് വരുന്ന ഈ പാക്കേജ് ഭയങ്കര ഒരു
എന്താ പറയുക, അഡ്വാൻറ്റേജ് നിങ്ങൾ നോക്കും 1.7 വലിയൊരു തുകയായിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള 30 റീൽസും 4 ഫുൾ വീഡിയോ ആണ് വരുന്നത്. അതുമാത്രമല്ല അതിൽ തന്നെ നമ്മളെ കൊളാബും വരുന്നുണ്ട്. കൊളാബ് വരുന്നുണ്ട്, ഇന്റർവ്യൂ ടൈപ്പ് വീഡിയോ വരുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൾ സോഷ്യൽ മീഡിയാസ് വരുന്നുണ്ട്. അത് പ്രീമിയം ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വലിയ അഡ്വാൻസ് സെക്ഷൻ ഇത് തന്നെയാണ് വരുന്നത്. ലാസ്റ്റ് ഒരു ഇനിയൊരു 4ാമത്തെ പാക്കേജ് എന്ന് പറയുന്നത് കസ്റ്റം പാക്കേജ്. അത് നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഒരു ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ വരുമ്പം ഒരു വീഡിയോ മാത്രം ചെയ്യാൻ ഒരു വിഷസ് വീഡിയോ വേണമെങ്കിൽ അങ്ങനെ ഒരു സിമ്പിൾ വിഷസ് വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ശരിക്കും പറയുന്നതായിരിക്കും നല്ലത്, ഞാൻ പറഞ്ഞു ശരിയാവുന്നില്ല. എന്താണ് 4ാമത്തെ കസ്റ്റം പാക്കേജ്? അതെ, 4ാമത്തെ പാക്കേജിനെ പറ്റി പറയാം. നിങ്ങൾ കയറി ഞാൻ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്, ജസ്റ്റ് ഇതിൽ ഫോണിൽ തന്നെ ടൈപ്പ് ചെയ്ത് ഫീഡ് ചെയ്ത് വെച്ചാൽ പോരെയെന്ന്. നമ്മൾ എഴുതുമ്പോൾ അതുമായിട്ട് കുറച്ചുകൂടി കണക്റ്റ് ആകും. നമ്മൾ എന്താ പറയുക, അതെ നമ്മൾ തന്നെ എന്താ പറയുക, ക്രിസ്റ്റഫർ നോളനൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം തന്നെ എഴുതും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതുമായിട്ട് കുറച്ചുകൂടി എന്താ പറയുക അറ്റാച്ച് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടി നമ്മളെ മൈൻഡിലോട്ട് അത് പതിയും. കറക്റ്റാണ്. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പ്ലാൻസ് എല്ലാം എഴുതി വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കസ്റ്റം പ്ലാനിനെ പറ്റിയാണ്. അതിനെപ്പറ്റി ഞാൻ നോട്ട് ചെയ്യുന്നൊന്നുമില്ല. കസ്റ്റം പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമറിന് ഏത് രീതിയിലുള്ള വീഡിയോ ആണ്, എത്ര വീഡിയോസാണ്, എങ്ങനെയുള്ള ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്ന് അവർക്ക് തന്നെ കസ്റ്റമൈസ് അതെ തീരുമാനിക്കും. മ്യൂസിക്കൽ വീഡിയോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു മ്യൂസിക്കൽ ബാൻഡ് അതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മ്യൂസിക് വീഡിയോസ് നമ്മളായിട്ട് കൊളാബ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് വീഡിയോ എടുത്ത് അയച്ചിരുന്നു, എഡിറ്റിംഗ് മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ക്ലയൻറ്റ് ഉണ്ട്, 1-2 ക്ലയൻറ്റ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എഡിറ്റിംഗ് മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കസ്റ്റം പാക്കേജിൽ വരുന്നതാണ്. കാരണം ഈ 3 പാക്കേജും ഒരു സെറ്റ് ഓഫ് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്ത് ഭയങ്കര രീതിയിൽ ഓഫർ വന്നിട്ടുള്ള ഏറ്റവും ലോ ബഡ്ജറ്റ് തന്നെ പറയാം. ലോ ബഡ്ജറ്റിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കസ്റ്റം പാക്കേജ് വരുമ്പം ഈ ഓഫർ കിട്ടത്തില്ല കേട്ടോ. കാര്യം അതിനായിട്ട് നമ്മൾ സമയം മാറ്റി വെച്ച് അതെ നിങ്ങൾക്കായിട്ട് സ്പെഷ്യലൈസ്ഡായിട്ട് ഉണ്ടാക്കുന്ന പാക്കേജുകളായിരിക്കും അതൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക പ്ലാൻ സെറ്റ് ചെയ്തത്. ഇനി പ്ലാൻ സെറ്റ് ചെയ്ത് ഇനി നമ്മൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുവാണ്. അതായത് ഈ പ്ലാൻസ് എല്ലാം നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കണം. അതാണ് ഇനിയുള്ള അടുത്ത ടാസ്ക്. ഇല്ല, അതിനു മുമ്പ് വേറെ ടാസ്ക് ഉണ്ട്. നമ്മൾ ഈ ഒരു വർഷത്തിൽ ഇത്രയും പൈസ ഉണ്ടാക്കണ്ടേ, 1 ഇയർ. അപ്പോൾ ഒരു മാസം നമ്മൾ കുറഞ്ഞത് 15 ക്ലയൻസ് എങ്കിലും, ഇപ്പം 30,000 രൂപയുടെ അല്ലെങ്കിൽ 30,000 രൂപയുടെ ഈ വർക്ക് ആണെങ്കിൽ നമ്മൾ എത്ര 10 ക്ലയൻറ്റിനെ പിടിച്ചാലും 3,50,000 രൂപ ഒരു മാസം വരുന്നുള്ളൂ. അങ്ങനെ 12 മാസമൊക്കെ 42 ലക്ഷം രൂപ ആവുന്നുള്ളൂ. 42 ലക്ഷം രൂപ എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഒരു 30 ദിവസം എന്തായാലും എങ്ങനെയായാലും 30 വർക്കുകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് 70,000 രൂപയുടെ സെക്കൻഡ് പാക്കേജ് ഇല്ലായിരുന്നു നമ്മുടെ പ്ലാറ്റിനം ഫ്രെയിംസ്. 70,000 രൂപയുടെ ക്ലയൻസ് വർക്കിനെ ഫോക്കസ് ചെയ്തിട്ട് 15 വർക്ക്, അതായത് 15 വർക്ക് ഒരു മാസം 30 ദിവസത്തിനുള്ളിൽ ചെയ്യണം. കറക്റ്റ് നോക്കുവാണെങ്കിൽ ഒരു മന്ത് ഒരു 8 lakhs 33,000 എങ്കിലും നമ്മൾ ഉണ്ടാക്കിയാലാണ് നമുക്ക് 1 crore എത്താൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 70Kയുടെ പാക്കേജ് ആണെങ്കിൽ അതൊരു അതെ എങ്കിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ചെയ്യാൻ പോണ മാർക്കറ്റിംഗ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ നമ്മൾ വേറെ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റിംഗ് ഏരിയ നമ്മളൊരു ആദ്യത്തെ ഒരു 3 മാസം വരെ കേരളം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കാരണം അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളിപ്പം ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് യാത്ര ചെയ്യുന്നതും ഇപ്പോൾ എടുക്കുന്നതൊക്കെ ഇതാണ്. ഫസ്റ്റ് ഒരു 2-3 മന്ത് അല്ലേ? അതെ, 2-3 മന്ത് ഓൾ കേരളയിലായിരിക്കും ക്യാമ്പയിൻ ചെയ്യുന്നത്. അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തന്നെയായിരിക്കും. അപ്പോൾ ഇനി അടുത്തത് മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, എങ്ങനെ ആൾക്കാരെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിക്കുന്നു, അതെല്ലാം സെക്കൻഡ്. അതിന് നല്ലൊരു ക്രിയേറ്റീവ് വേണം. ഞാൻ പറഞ്ഞു ലാസ്റ്റ് നമ്മളൊരു 9 വർക്ക് ചെയ്തിട്ടുണ്ട്. ഷീൻ തന്നെ കോർഡിനേറ്റ് ചെയ്ത വർക്കുകളാണ്, നമ്മുടെ എൻസൈൻ തന്നെ ചെയ്ത വർക്കുകളാണ്. അപ്പോൾ ആ വർക്ക് കൊണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു 3 വർഷമായിട്ടും നമ്മുടെ എൻ്റെ ഡിസ്റ്റേ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ടും ഓൾമോസ്റ്റ് കാര്യങ്ങൾ അറിയാം. ഒരു ബിഗിനിങ് സ്റ്റേജിലല്ല നിൽക്കുന്നത്. ഇനിയിപ്പോൾ ക്ലയൻസിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. ഇതേന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ക്ലയൻസിന് നമ്മൾ ഇത്രയും നാൾ ചെയ്തപ്പോൾ ഇത്രയും ലക്ഷം രൂപയുടെ വർക്കൊന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. എൻസൈന് ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ടാർഗറ്റ് ഒരു 10 lakhs എങ്കിലും ഒരു മാസം ഫോക്കസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ആ എന്താ പറയുക നമ്മുടെ ബിഗ് ടാർഗറ്റിലേക്ക്, ബിഗ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും
നമുക്ക് ഇതിലും വലുതായിട്ട് വളരണം. പക്ഷേ ഈ ഒരു വർഷം നമ്മൾ സെറ്റ് ചെയ്തിരുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ 1 crore ആണ്. അതിലേക്ക് എത്തണമെങ്കിൽ മന്ത്ലി ഒരു 10 lakhs ബിസിനസ് അതായത് 15 വർക്കെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ മാർക്കറ്റിംഗ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് ഞാൻ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ ഇത്രയും ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് മന്തൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് ചെയ്തത്. ഏകദേശം 100 ലീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 10 വർക്കോളം ഇപ്പോൾ തന്നെ. എനിക്ക് ക്യാമറയെ പറ്റി കൂടുതൽ കാര്യം അറിയാമെങ്കിൽ പുള്ളിക്ക് ഡിജിറ്റൽ മാർക്കറ്റിനെ പറ്റിയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാം. 7 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. വലിയൊരു ഡിജിറ്റൽ എന്ന് പറഞ്ഞ കമ്പനിയെ മാനേജ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് ക്ലയൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം ഫുള്ള് നോക്കുന്നത് അതിലെനിക്ക് 100 എനിക്ക് വേണമെങ്കിൽ 1 കോടി 2 കോടി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ നല്ലൊരു ടീം, ഒരു ബിസിനസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു സക്സസിൻ്റെ മെയിനായിട്ടുള്ള ടീമാണ്. നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, കൂടെ എപ്പോഴും നിൽക്കുന്ന നല്ല ടീം ഉണ്ടാവണം. പിന്നെ നല്ല പ്ലാനിങ് ആയിരിക്കണം. പ്ലാനിങ് ചുമ്മാ ഇങ്ങനെ എഴുതി മാത്രം വെച്ചാൽ പോരാ. കാര്യം പല ആൾക്കാരും, എൻ്റെ വേറെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒട്ടുക്കത്തെ പ്ലാൻ എല്ലാവരിലും ഉണ്ട് മനസ്സിൽ, പക്ഷേ എന്താ സംഭവിക്കുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും. ചിലപ്പോൾ നിങ്ങളും പ്ലാനുകളൊക്കെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. മൈൻഡിൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലാൻസ്, നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും പ്ലാൻസും എല്ലാം യാത്ര ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം ഒരിക്കലും അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാനും റെഡി ആവുന്നില്ല. കഷ്ടപ്പെടണം, സമയം മെനക്കെടുത്തണം. പേടിച്ച് എന്താ പറയാ, ഇത് വർക്കാവോ വർക്കൗട്ട് ആവോ എന്ന് വിചാരിച്ചു നമ്മൾ ചെയ്ത് നോക്കിയാൽ അത് വർക്കൗട്ട് ആവോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ പ്ലാനിങ് ഇങ്ങനെയുള്ളൂ. 15 വർക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓൾ കേരളയാണ് നമ്മൾ തൽക്കാലം ഒരു 3 മാസത്തേക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡേ ടു ഡേ നടക്കുന്ന എല്ലാ കാര്യവും ഇപ്പോൾ ബിഗ് ബോസ് കണ്ടാണൊക്കെ നിങ്ങളിലോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ വാട്സാപ്പ് നമ്പറിൽ നമുക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ ചെറിയ വർക്കുകൾ ചെയ്ത് വരാവുന്ന, പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഹൈ ലെവൽ, അതായത് വേറൊരു ലെവലിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതെ, എൻ്റെ അടുത്ത് പണ്ട് ജോസാർ എന്നുള്ള സാറുണ്ട്. അതെ, നമ്മൾ 10 രൂപ ഉണ്ടാക്കുന്നതും 100 രൂപ ഉണ്ടാക്കുന്നതും 1 കോടി ഉണ്ടാക്കുന്നതൊക്കെ സെയിം എഫർട്ടാണ്. നമ്മളത് ഇങ്ങനെ തിങ്ക് ചെയ്യണമെന്നാണ്. കാരണം ഒരിക്കലും ഒരു ക്രൈസിസ് പീരീഡ് വന്നപ്പോൾ എനിക്ക് 1 lakhിൻ്റെ ഒരു ആവശ്യമുണ്ട്. 2017-18 സമയം. അപ്പോൾ ജോസാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷിബി 1 lakh വേണമെങ്കിൽ നീ 10,000 രൂപയുടെ ഒരു 10 വർക്ക് കിട്ടിയാൽ മതി, എൻ്റെ പ്രശ്നം തീരും. പക്ഷേ ഈ പൊട്ടക്കണത്തിൽ കിടക്കുന്ന തവള കണക്ക് ഞാനിങ്ങനെ ചെറിയ രീതിക്ക് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഈ പാക്കേജുകളാണ് ക്ലയൻസിനെ ഫോക്കസ് ചെയ്ത് ക്ലയൻസിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നു എന്ന് പോലും. ഞാനും ആദ്യം സെയിൽസിൽ, ഞാൻ നല്ലൊരു സെയിൽസ്മാനും കൂടിയാണ് കേട്ടോ. ഞാൻ വിളിക്കുന്നതും നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്. എങ്ങനെ സംസാരിക്കുന്നു അതിന് ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. ആ സ്ക്രിപ്റ്റും നിങ്ങളിലോട്ട് എത്തിക്കും. ഒരാളടുത്ത് വിളിക്കുമ്പോൾ എങ്ങനെ സംസാരിച്ച് തുടങ്ങണം, എങ്ങനെ അവർ പറയുന്ന ചോദ്യങ്ങൾ, പല ആൾക്കാർ ചിലപ്പോൾ ഇതൊക്കെ വലിയ എമൗണ്ടാണെന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സംസാരിക്കണം. നമ്മളിന്ന് ഓരോ കാര്യങ്ങളും ഒരു റീല് ചെയ്തിട്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിക്കും. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുക്കണം, എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ സെയിൽസിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൈഡ് പൂർണ്ണമായിട്ടും, മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ടാണ് സെയിൽസ് കേട്ടോ, മാർക്കറ്റ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കണം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ലീഡ്സ് അല്ലെങ്കിൽ വരുന്ന എൻക്വയറീസ് സംസാരിച്ച് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഓരോ സെക്ഷൻസും പിന്നെ നമ്മൾ ചെയ്യാൻ പോണ വർക്കുകൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 പേർക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒരു അഡ്വാൻസ് വരുന്നുണ്ട്. ആ ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസും അവരെ പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്യും. പിന്നെ അതിൻ്റെ ബിഹൈൻഡ് സീൻ, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഇത് കണക്ക് നമ്മൾ യൂട്യൂബ് വീഡിയോയിലൂടെ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കുന്ന കഥയല്ല, നമ്മളെ എന്താ പറയുക, നമ്മളെ ക്വാളിറ്റിയും കാര്യങ്ങളും വീഡിയോ പ്രൊഡക്ഷനിലെ എന്താ പറയുക, അതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യം കസ്റ്റമറിന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റുകളാണ്. അതായത് എന്താ പറയുക, നമ്മുടെ ഈ വീഡിയോ ക്വാളിറ്റിയെ പറ്റിയും എന്താ പറയുക, ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലൊരു ഭാഷയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലും എല്ലാം A to Z വരെ നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യാം. പ്ലാനിങ് ഓക്കെ, ഇതൊന്നുമല്ല പ്ലാനിങ്, ഇത് ബേസിക് പ്ലാനിങ് നമ്മൾ മനസ്സിൽ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഡീപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്ലാൻ ചെയ്തതിൻ്റെ ലാസ്റ്റാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്ലാൻ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഇംപ്ലിമെൻറ്റ്സുമായിട്ട് കാണാം. ഓക്കെ, ബൈ.